നമസ്കാരം. ശ്രീ കണ്ഠൻ നായരൊക്കെ എന്തൊരു ഉടായിപ്പാണെന്ന് നോക്കണേ. സ്വന്തം ചാനൽ വച്ചടി ഇറക്കമായ സന്ദർഭത്തിൽ മറ്റൊരു ചാനൽ വളരുന്നത് കണ്ടിട്ട് അസൂയ പൂണ്ടൊരു കഥയിറക്കി വിട്ടു. ഇപ്പൊ എന്ത് വേണം? കുടുംബത്തോടൊപ്പം എല്ലാത്തിൻ്റെയും പേര് കേസായിട്ടുണ്ട്. അതായത് റിപ്പോർട്ടർ ചാനൽ ബാർക്ക് തട്ടിപ്പ് നടത്തുന്നു, 100 കോടി രൂപ. ഒരു വ്യക്തി ഒരു കഥ ഉണ്ടാക്കുമ്പോൾ അതിലൊരു സാമാന്യം, അതായത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ബാർക്കിൽ 1ാം സ്ഥാനത്ത് വരാനായിട്ട് 100 കോടി രൂപ കൊണ്ട് കൊടുത്തു എന്നൊക്കെ വാർത്ത അടിച്ചിറക്കി. അതിൻ്റെ പേരിൽ വലിയ ആഘോഷമായിരുന്നു. അതിനെ ഏറ്റെടുത്ത് ആഘോഷിച്ചതാരെന്ന് ചോദിച്ചാൽ മൗദൂദി ചാനലാണ്. മീഡിയ വണ്ണൊക്കെ നേരത്തെ തന്നെ ബാർക്ക് തട്ടിപ്പാണ്. കാര്യം മീഡിയ വൺ ചാനൽ എന്ന് പറഞ്ഞാൽ നാട്ടിലെ പാവപ്പെട്ട മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തുറന്നു വച്ചിരിക്കുന്ന ഒരു വർഗീയ കടയാണെന്ന് മനസ്സിലായപ്പോൾ അതിൽ നിന്ന് ആൾക്കാർ കൂടൊഴിഞ്ഞു പോയി. അതിനെ തുടർന്ന് അവർ ബാർക്കിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം അത് അഴിമതിയാണെന്ന് ഒരു പ്രചരണം നടത്തി. കണ്ഠൻ നായർ അതിന്റെ ചുവട് പിടിച്ചാണ് എടുത്തൊരു അടിയടിച്ചതും. റിപ്പോർട്ടർ ചാനൽ ഉടമ ആൻഡ്രൂ അഗസ്റ്റിൻ 100 കോടി രൂപ കൊടുത്ത് ബാർക്ക് തട്ടിപ്പ്, ചാനൽ വ്യൂവർഷിപ്പിൽ മുൻപന്തിയിലേക്ക് വരാൻ വേണ്ടി അവർ ബാർക്കിൽ കോഴ കൊടുത്തു എന്നൊക്കെ തട്ടിവിട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു 1.5 പണി ഒത്തിട്ടുണ്ട്. ഈ 2 വള്ളത്തിൽ കാലിയോട്ടി നിൽക്കുന്ന വ്യക്തിയാണ്. കാര്യം സംഘപരിവാറുകാരോടൊപ്പം നായരുണ്ട്, എന്നാൽ നായർ ഇവിടെ വരുമ്പോൾ സംസ്ഥാന സർക്കാരിനോടൊപ്പം ഉണ്ട് എന്നുള്ള ഉടായിപ്പ് കാണിക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ അടിപൊടി എല്ലാം കൂടി തേഞ്ഞൊട്ടിയിരിക്കുന്നത്. ബിഗ് ബ്രേക്കിംഗ്. പ്രേക്ഷകരെ, ഇതാണ് സത്യം. റിപ്പോർട്ടർ TV ബാർക്ക് തട്ടിപ്പ് നടത്തിയെന്നത് വ്യാജ വാർത്ത. 24 ന്യൂസിനെതിരെ കേസെടുത്ത് പോലീസ്. ശ്രീകണ്ഠൻ നായർ 1ാം പ്രതിയും ശ്രീകണ്ഠൻ നായരുടെ മകൻ ശ്രീരാജ് 2ാം പ്രതിയുമായാണ് കേസ്. ബാർക്ക് കോഴ സ്ക്രീൻഷോട്ട് വ്യാജമെന്നാണ് നിർണായക കണ്ടെത്തൽ. വ്യാജരേഖ ചമച്ചതിന് കളമശ്ശേരി പോലീസ് കേസെടുത്തു. 100 കോടി ക്രിപ്റ്റോ കറൻസി നൽകിയില്ലെന്നാണ് പോലീസിന്റെ നിർണായക കണ്ടെത്തൽ. എഫ്ഐആറിൽ ഗുരുതരമായ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 24 ന്യൂസ് വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്തു, വ്യാജ ചാറ്റുകൾ നിർമ്മിച്ചു, കൃത്രിമമായി വിവരങ്ങൾ ചേർത്തു, 100 കോടിയെന്ന് എഴുതി ചേർത്തു, കൈക്കൂലിയെന്ന് വ്യാജ പ്രചാരണം നടത്തി. റിപ്പോർട്ടർ ന്യൂസ് ചാനലിന്റെ വിശ്വാസ്യത തകർക്കാനും നഷ്ടമുണ്ടാക്കാനുമാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്നാണ് എഫ്ഐആർ പറയുന്നത്. 25 മുതൽ 100 കോടി വരെ നഷ്ടമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നത്. 1ാം പ്രതി ശ്രീകണ്ഠൻ നായർ, 2ാം പ്രതി ശ്രീകണ്ഠൻ നായരുടെ മകൻ ശ്രീരാജ്, ഫ്ലവേഴ്സ് സിഇഒയും 24 ന്യൂസ് വൈസ് പ്രസിഡന്റുമായ സി ഉണ്ണികൃഷ്ണൻ 3ാം പ്രതി, എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണനാണ് 4ാം പ്രതി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ B ദിലീപ് കുമാർ 5ാം പ്രതി, 24 ന്യൂസ് ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് 6ാം പ്രതിയായാണ് ഈ എഫ്ഐആറിൽ വന്നിരിക്കുന്നത്. അച്ഛനും മോനും അകത്ത് കിടന്നുണ്ടതിനുള്ള അവസരം വന്നിട്ടുണ്ട്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ പെരുമ്പാവൂർ പോലീസ് അന്വേഷിച്ചപ്പോൾ അതിൽ മുഴുവൻ വ്യാജമായി ഉണ്ടാക്കിയിരിക്കുന്ന സ്ക്രീൻഷോട്ടുകളാണ്. ആ സ്ക്രീൻഷോട്ട് വെച്ച് വാർത്തയടിച്ചതിന് ശേഷം കണ്ഠൻ നായർ കരുതി പണ്ടത്തെ പോലെ തന്നെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എൻ്റെ നിയന്ത്രണത്തിലാണ്. കാര്യം ഇങ്ങനെ ഒരു ചാനൽ മുതലാളിമാർക്കൊരു വിചാരമുണ്ട്, അവരിവിടെ സമസ്ത മേഖലയുടെ അധിപന്മാരാണ്, ഞങ്ങൾ വിചാരിക്കുന്നത് നടക്കൂ എന്നൊക്കെ ഒരു വിചാരമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു ചാനൽ വളർന്നു വരികയാണ്. അതിനകത്ത് കൊടുക്കുന്ന കണ്ടന്റുകൾ, അവതരിപ്പിക്കുന്ന ശൈലി, റിപ്പോർട്ടർ ചാനലിനെ എന്തുകൊണ്ട് നാട്ടുകാർ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന വാർത്താ അവതരണ ശൈലി അത് ജനം ഏറ്റെടുക്കുന്നു, അവർ കാണുന്നു. ഈ ശ്രീ കണ്ഠൻ നായർ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ആൾക്കാരെ സംസാരിക്കാൻ സമ്മതിക്കാതെ അദ്ദേഹത്തിന്റെ സ്വന്തം പൊങ്ങച്ചം നടത്തുന്ന പരിപാടികൾ കാണാൻ ഇപ്പോൾ ആൾക്കാർക്ക് താല്പര്യമില്ലാതായി. അതിന്റെ അടിസ്ഥാനത്തിൽ 24 എന്ന ചാനൽ താഴോട്ട് പോകുമ്പോൾ, അതിന്റെ വ്യൂവർഷിപ്പ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ചെയ്യേണ്ടത്? കണ്ഠൻ നായർ ബിസിനസ് നടത്തുമ്പോൾ, ചാനൽ എന്ന് പറഞ്ഞാൽ ബിസിനസ് ആണല്ലോ, ആ ബിസിനസ് നടത്തുമ്പോൾ എന്താണ് പുതിയ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് വേണ്ടത്? മറ്റ് ചാനൽ അവതരിപ്പിക്കുന്ന അതിൽ അവതാരകരായിട്ടുള്ളവരുടെ കഴിവിനനുസരിച്ചും അവർ വാർത്ത അവതരിപ്പിക്കുന്ന ശൈലിയൊക്കെ കണ്ടിട്ട് അതേ രീതിയിലുള്ളവരെ കൊണ്ടുവന്ന് ചാനലിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാതെ ഹാഷ്മി താജ് ഇബ്രാഹിം എന്നൊരു കാഥികനെ വെച്ച് എത്ര കാലം ഇത് ഓടിക്കും? അത് ഓടൂല എന്ന് കണ്ടപ്പോഴത്തേക്കും താൻ എന്തുകൊണ്ട് ബാർക്കിൽ താഴേക്ക് പോകുന്നു എന്നതിന് ജനങ്ങളുടെ മുന്നിൽ കണ്ണിപ്പൊടിയിടാനും തൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും കൂട്ടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിട്ട് വേണം ഇതിനെ കാണാൻ. എന്തായാലും ഇപ്പോൾ എന്ത് വേണം? 20 പണി തന്നെ റിപ്പോർട്ടർ ചാനൽ ഉടമ ആൻഡ്രൂ അഗസ്റ്റിൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഗോപികൃഷ്ണൻ, B ദിലീപ് കുമാർ ഉൾപ്പെടെയുള്ള ചാനലിലെ ജീവനക്കാർ കൂടി, അതായത് അസോസിയേറ്റ് എഡിറ്റർമാർ വരെ കേസിൽ പ്രതിയാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 6ഓളം പേർ. അതിൽ ചാനലിന്റെ പ്രധാനപ്പെട്ട ഷെയർ ഹോൾഡർ കൂടി ചട്ടിക്കകത്താകുന്ന അവസ്ഥയെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യം എടുക്കേണ്ടതുണ്ട്. വ്യാജരേഖ ചമച്ചതിന്റെ അടിസ്ഥാനത്തിലും ഒരു ചാനലിന്റെ വിശ്വാസ്യത തകർക്കാനും അതിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ടിട്ട് അവരെ ഇല്ലാതാക്കാൻ നടത്തി ഈ പരിശ്രമം നേരത്തെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്ന് EP ജയരാജന്റെ ആത്മകഥ എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസുകാർക്ക് വേണ്ടി DC ബുക്സിലെ അദ്ദേഹത്തിന്റെ ഉറ്റ തോഴനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യാജരേഖ ചമച്ച അതേ രീതിയിലാണ്
ഇതും വന്നിരിക്കുന്നത്. എന്തായാലും വ്യാജരേഖ ചമയ്ക്കാൻ വിദഗ്ധനായിട്ടുള്ള അത് ഉപയോഗപ്പെടുത്തി വാർത്ത സൃഷ്ടിച്ച് പേരെടുക്കാൻ പരിശ്രമിച്ച ശ്രീകണ്ഠൻ നായർ ഇപ്പോ പെടുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ഊരാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ ബാർക്ക് കോഴയായിട്ട് ബന്ധപ്പെട്ട വാർത്ത ആഘോഷിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോ അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി കൊടുത്ത് അതിന്റെ വിവരങ്ങൾ കണ്ടെത്തി ഈ പറഞ്ഞ വാർത്ത വ്യാജമാണെന്ന് തെളിയിച്ച സാഹചര്യത്തിൽ ഇനിയിപ്പോ ജാമ്യം എടുക്കേണ്ടതുണ്ട്, മുങ്ങി നടക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. മാങ്ങാണ്ടിക്ക് പിന്നാലെ ഇപ്പോ ശ്രീകണ്ഠൻ നായർ എത്തി എന്ന് വേണം പറയാൻ.